തിരുവനന്തപുരം ഈഞ്ചക്കൽ ജംഗ്ഷന് തൊട്ടടുത്തായിട്ട്, അതായത് അവിടെ നിന്ന് കഷ്ടിച്ച് ഒരു 250 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 10 സെൻറ്റിൽ 7000 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 നിലകളിലും 3 സെപ്പറേറ്റ് TCയോട് കൂടിയിട്ടുള്ളൊരു കെട്ടിടമാണ്. ടോട്ടലായിട്ട് 10 ബെഡ്റൂംസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. വേണമെങ്കിൽ താഴത്തെ നിലയിൽ നിങ്ങൾക്ക് താമസിക്കാം, മേളിലേക്ക് വാടകയ്ക്ക് കൊടുക്കാം. ഇനി അതല്ല മൊത്തത്തിൽ ഒരു കമേഴ്സ്യൽ കെട്ടിടമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹോട്ടലായിട്ടൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്ന് വള്ളക്കടവ് റൂട്ടിലേക്ക് വരുമ്പോൾ ആ പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് കാരാളി റോഡിലാണ് പ്രോപ്പർട്ടി വരുന്നത്. വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഒരു 50 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ തന്നെ വലത്തോട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് കാണാം. ഇനി അതല്ല നിങ്ങൾ ചാക്കയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചാക്കയിൽ നിന്ന് എയർപോർട്ട് റോഡ് ജസ്റ്റ് കയറി അപ്പോൾ തന്നെ ഇടത്തോട്ട് കാരാളി റോഡ് കാണാൻ സാധിക്കും. നമുക്ക് ആ തോടിൻ്റെ കരയിലൂടെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വള്ളക്കടവ് പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ട് തിരിഞ്ഞാൽ പ്രോപ്പർട്ടിയായി. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഒരു 4 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. എല്ലാ നിലയും ഈ ഒരു നിലയിൽ മാത്രം നമുക്ക് 4 ബെഡ്റൂം, മേളിലേക്കെല്ലാം വന്നിട്ട് 3 ബെഡ്റൂം വരുന്ന രീതിയിലാണ് ലേ ഔട്ട് വരുന്നത്. ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഈ കാണുന്ന പോലെ ഫുള്ള് വുഡിൻ്റെ വർക്കും തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഇവിടെ എല്ലാം തന്നെ നമുക്കൊരു ഹാഫ് വാൾ ഈ രീതിയിൽ വുഡൻ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ തേക്കുംതടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചണിലായാലും ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കെട്ടിടം 10 വർഷത്തിനകത്ത് പഴക്കമുള്ള കെട്ടിടമാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് വുഡിൽ തന്നെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാഫിനൊക്കെ താമസിക്കാവുന്ന രീതിയിൽ ഇതുപോലെ റൂം ചെയ്തിട്ടുണ്ട്. അതുപോയിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള വേറൊരു റൂമും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ഫ്ലോറിൽ ശരിക്കും 4 ബെഡ്റൂംസാണ്. ഞാൻ അതിലൊരു 2 റൂം കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ അത്രയധികം കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കാനുണ്ട് കേട്ടോ. എല്ലാ റൂമുകളിലും കട്ടിലുണ്ട്. അതുപോലെ തന്നെ ചുമരിൽ നോക്കിയാൽ ഇതുപോലെ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. വുഡിൽ ഒരു ലൈനിങ് കൊടുത്തിട്ട് അതിനകത്ത് ഗ്ലാസ് ഒട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഴുക്കൊന്നും ആകത്തില്ല, നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന പോലെ ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ വുഡിലാണ്. അതിലൊരു വാതിലിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതേ കണക്ക് തന്നെ നമുക്കിനി ഒരു 3 റൂമും കൂടെ, 1, 2 ഈ ഭാഗത്തായിട്ട് 3, അങ്ങനെ 3 റൂമുകളും കൂടെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നുണ്ട്. ഇനി അടുത്ത് മേളത്തെ ഫ്ലോറുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്പേസ് എല്ലാം സെയിം ആണ്, പക്ഷേ 3 ബെഡ്റൂമാണ് വരുന്നത്. അതും കൂടെ കാണിച്ചിട്ട് നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കും സെക്കൻഡ് ഫ്ലോറിലേക്കും ഈ രീതിയിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റെയർ റൂം കെട്ടി അങ്ങനെയാണ് ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു ബാൽക്കണി സ്പേസിൽ നിന്ന് നമുക്കിത് അകത്തേക്ക് എൻട്രൻസ് വരും. ഇവിടെ ആയാലും തടിപ്പണികൾ, വാതിലും ഇതെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ്. നമുക്ക് താഴത്തെ നിലയിൽ നിന്ന് ലേ ഔട്ടിൽ വ്യത്യാസം വരുന്നത്, താഴത്തെ നിലയിൽ ഈ ഒരു ഭാഗത്ത് കാണുന്നത് 2 ബെഡ്റൂമായിരുന്നു. ഇവിടെ നമുക്കത് ഒറ്റ ബെഡ്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ ബെഡ്റൂമും 2 ബാത്റൂമോട് കൂടിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിനി ഇഫ് ഇൻ കേസ് ഇതിനെ 2 ബെഡ്റൂം ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്താൽ മതിയാവും. ഈ ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരും, അവിടെ ഒന്ന് വരും. ആ രീതിയിൽ മാത്രം ഇവിടെ ഇടയിൽ ഒരു കെട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേ കണക്ക് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലും ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കിച്ചൺ വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഡൈനിങ് സ്പേസ് ആക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വർക്ക് ഏരിയയും കാണാൻ സാധിക്കും. ഇവിടെ നോക്കി, അവിടെ ആയിട്ട് വാഷിംഗ് മെഷീനിലുള്ള സൗകര്യം എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ ലേ ഔട്ടും വരുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമ്മുടെ എയർപോർട്ടിനോടൊക്കെ വളരെയേറെ അടുത്ത് കിടക്കുന്ന ലൊക്കേഷൻ. ഇൻ്റർനാഷണൽ എയർപോർട്ടാണെങ്കിലും നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഈസി ആക്സസ് ആണ്. അതുപോലെ ഇപ്പോൾ ഈഞ്ചക്കൽ ബേസ് ചെയ്തിനിപ്പോൾ മെട്രോ സ്റ്റേഷൻ വരും, അതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇവിടെ ഒരു കളറ് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കഴക്കൂട്ടത്ത് എല്ലാ വണ്ടികളും സിറ്റിക്ക് അകത്തേക്ക് കയറാണ്ട് ഈഞ്ചക്കലോ ആ രീതിയിൽ വന്ന് പോകുന്ന രീതിയിലോട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒത്തിരി താമസ സൗകര്യം ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലായിട്ടൊക്കെ ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സാധ്യതയുള്ള ലൊക്കേഷനാണ്. ഉദ്ദേശിക്കുന്ന വില 4.25 കോടി രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.